വെൽക്കം ടു മാത്സിയോൺ. IIT JAM 2025 റിയൽ അനാലിസിസിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യലി ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Let f, g from R to R be two functions defined by f of x equal to x times mod sin 1 by x if x not equal to 0 and 0 if x equal to 0, and g of x equal to x square sin 1 by x plus x cos 1 by x if x not equal to 0 and x equal to 0 if x equal to 0. Okay, then which of the following is true എന്നാണ്. f differentiable at x equal to 0 ആണോ, g ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അതിന്റെ 4 പോസിബിലിറ്റി ആണ് ഓരോ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും എന്ത് ചെയ്യണം, ഡിഫറൻഷ്യബിൾ ആണോ, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് പറയാം, നമ്മൾ ഇതില് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു റിസൾട്ട് യൂസ് ചെയ്യാം. ആ റിസൾട്ട് നോക്കൂ. If limit extending to f of x equal to 0 and g of x is bounded in some deleted neighborhood of a, then limit extending to a f of x into g of x equal to 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെ. എക്സ് ഈക്വൽ ടു 0 അല്ലാത്ത പോയിന്റുകളിലൊക്കെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എക്സും മോഡ് എക്സും സൈൻ 1 ബൈ എക്സും ആണ്. ഇത് എക്സ് 0 ആകുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരും, സൈൻ 1 ബൈ 0 എന്നുള്ള ഫോമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷന്റെ വാല്യൂ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ലിമിറ്റ് എന്തായിരിക്കണം, എക്സ് ഈക്വൽ ടു 0 എഫ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം, എഫ് ഓഫ് 0 ആയിരിക്കണം. ഓക്കെ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 എഫിന്റെ വാല്യൂ എന്താ, ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് 0 ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കൂ. എക്സ് ടൈംസ് മോഡ് എക്സ് ഇൻറ്റു മോഡ് സൈൻ ഓഫ് 1 ബൈ എക്സ് എന്നുള്ള ഫോമിലാണ് ഈ ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ, മോഡുലസ് ഓഫ് സൈൻ 1 ബൈ എക്സിന്റെ പ്രത്യേകത എന്താ, ഇതിനെ ഞാൻ 2 രീതിയിൽ എഴുതുകയാണ്. ഒന്ന്, ഇപ്പം എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്, H1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മോഡ് എക്സ് എന്നും, അതുപോലെ H2 ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സൈൻ 1 ബൈ എക്സ് എന്നും എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ, ഈ മോഡുലസ് ഓഫ് സൈൻ എക്സിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. സൈൻ എക്സിന്റെ വാല്യൂ എന്താണ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മോഡ് സൈൻ എക്സ് എന്ന് പറയുന്നത് 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. സോ ഇതൊരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടും. എപ്പോ, ഇൻ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് 0. ഓക്കെ, 0 ഒഴിവാക്കിയിട്ടുള്ള പോയിന്റിൽ നോക്കിയാൽ മതി. എക്സ് ഈക്വൽ ടു 0 നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. പക്ഷെ നമുക്ക് എന്ത് നോക്കാം, ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് എയിൽ അത് ബൗണ്ടഡ് ആണോ നോക്കിയാൽ മതി. സോ ഡിലീറ്റഡ് നെയ്ബർഹുഡ് ഓഫ് 0 ഈ ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ആണെന്ന് കിട്ടും. ഓക്കെ, ആൻഡ് H1 ഓഫ് എക്സ് എന്താണ്, എക്സ് ഇൻറ്റു മോഡ് എക്സ് അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 H1 ഓഫ് എക്സ് എന്താ, 0യിലേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ മൊത്തം എന്ത് പോകും, എക്സ് 0യിലേക്ക് പോകുമ്പോൾ എക്സ് ഇൻറ്റു മോഡ് എക്സും 0യിലേക്ക് പോകും അല്ലെ. ആസ് എക്സ്റ്റെൻസ് ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെർഫോർ ബൈ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 H1 ഓഫ് എക്സ് ഇൻറ്റു H2 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 ഓഫ് എക്സിൻ്റെ H2 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്തായി, എഫ് ഓഫ് എക്സ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ ജി ഓഫ് എക്സിന്റെ കേസിൽ നോക്കുകയാണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്, എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ് പ്ലസ് എക്സ് കോസ് 1 ബൈ എക്സ് ആണ് അല്ലേ. സോ എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ് പ്ലസ് എക്സ് കോസ് 1 ബൈ എക്സ് എന്നാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ കണ്ടിന്യൂറ്റിയും ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം,
ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ജി ഓഫ് എക്സ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ത് വരും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് സ്ക്വയർ സൈൻ 1/x പ്ലസ് എക്സ് കോസ് 1/x എന്നാണ് വരിക. ദിസ് ഇസ് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 ആണെന്ന് കിട്ടും അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് സ്ക്വയർ സൈൻ 1/x 0 ആയിരിക്കും, എക്സ് കോസ് 1/xഉം 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? 0 ആണെന്ന് കിട്ടി. ആൻഡ് ജി ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ജി ഓഫ് 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടി? ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ജിയും എന്താണ്? എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഓക്കെ, സോ രണ്ട് എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. ഓക്കെ, ഡിഫറൻഷ്യബിലിറ്റി ആണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുക എങ്ങനെയാ? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച് അല്ലെ, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് അല്ലെ. എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു മോഡ് എക്സ് ഇൻറ്റു സൈൻ 1/x ആണ്. അപ്പോൾ എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് മോഡ് എച്ച് സൈൻ 1 മോഡ് സൈൻ 1/x എന്ന് വരും അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് സൈൻ 1/h എന്ന് വരും. ഓക്കെ, ഇതാണ് വരിക. ആൻഡ് മൈനസ് 0 ഡിവൈഡഡ് ബൈ എന്ത് വരും? എച്ച് എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എച്ചും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ വരിക? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 മോഡുലസ് ഓഫ് എച്ച് ഇൻറ്റു മോഡുലസ് ഓഫ് സൈൻ 1/h എന്ന് വരും. ഓക്കെ, നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? ദിസ് ടെൻസ് ടു 0 ആസ് എച്ച് ടെൻസ് ടു 0 ആണ്. ഇതെന്തായിരിക്കും? ബൗണ്ടഡ് ആണ്. ദെർഫോർ നേരത്തെ അതേ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ എക്സിസ്റ്റ് ആണെന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നും കൂടി എഴുതുന്നു. എക്സ് സ്ക്വയർ സൈൻ 1/x പ്ലസ് സൈൻ 1/x പ്ലസ് എക്സ് കോസ് 1/x ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം? എച്ച് ഈക്വൽ ടു 0യിലാണ് ഇതിന്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക്, എക്സ് ഈക്വൽ ടു 0യിലാണ് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്ത് വരും? ജി ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഓക്കെ, അതായത് ജി ഓഫ് എച്ച് എന്ന് വരും അല്ലെ. ജി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് സ്ക്വയർ സൈൻ 1/h പ്ലസ് എച്ച് കോസ് 1/h മൈനസ് ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ് അല്ലെ. ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? എച്ച് എന്ന് വരും. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ഇവിടെ എച്ച് സ്ക്വയറിന്റെ ഇവിടെ എച്ച് ഉണ്ട്. ഈ എച്ച് ക്യാൻസൽ ചെയ്തു പോലെ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ വരിക? എച്ച് സൈൻ 1/h പ്ലസ് കോസ് കോസ് ഓഫ് 1/h എന്ന് വരും. ഓക്കെ, സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് ഇൻറ്റു സൈൻ 1/h പ്ലസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 കോസ് 1/h എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇത് എന്താണ്? ഇത് 0യിലേക്ക് പോകും അല്ലെ. ഇത് ബൗണ്ടഡ് ആയിരിക്കും. ഇതെന്തായിരിക്കും? എച്ച് ടെൻസ് ടു 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ തിയറം വെച്ചിട്ട് തന്നെ ഈ ഒരു പാർട്ട് 0 ആണെന്ന് കിട്ടും. പക്ഷെ ഇതെന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് 1/h ആസ് എച്ച് ടെൻസ് ടു 0 കോസ് 1/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ വരും. അതെന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല അല്ലെ. സോ ഇതെന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ്. ദെർഫോർ ഇത് മൊത്തത്തിൽ എന്തായിരിക്കില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ഈ ലിമിറ്റ് എന്ത് ചെയ്യില്ല? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ജി ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ജി ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് കിട്ടിയത് എഫ് ഡിഫറൻഷ്യബിൾ ആണ്, എക്സ് ഡിഫറൻഷ്യബിൾ അല്ല അല്ലേ. അപ്പോൾ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0, ജി ഇസ് നോട്ട് എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് വരിക. ബാക്കിയൊക്കെ തെറ്റാണ് അല്ലേ. ഇവിടെ എഫ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്നാണ്, ഇത് തെറ്റാണ്. ഇവിടെ ജി ഇസ് ഡിഫറൻഷ്യബിൾ എന്നാണ്, ഇത് തെറ്റാണ്. എഫ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്നാണ്, ഇതും തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ഈ റിസൾട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എഫ് കോമ ജി ഫ്രം ആർ ടു ആർ ബി ടു ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പവർ 1/h ഇൻറ്റു മോഡ് സൈൻ 1/x ഇൻറ്റു കോസ് എക്സ് ആണ്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0, ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ് ഇൻറ്റു കോസ് 1/x ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് ഫംഗ്ഷൻസ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇതിൽ എഫും ജിയും ഏതാണ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 0യിൽ ഏതാണ് കണ്ടിന്യൂസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ചെക്ക് ചെയ്യുക. എവിടെ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ജി ഓഫ് 0 ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് 0 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, അങ്ങനെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല നമുക്ക് അവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് നോട്ട് ഈക്വൽ ടു 0 ഉള്ള കേസാണ്. മോഡ് എക്സ് പവർ 1/8 ഇൻറ്റു എന്താണ് 1/8 ഇൻറ്റു എന്താണ് മോഡുലസ് ഓഫ് സൈൻ 1/x ഇൻറ്റു കോസ് എക്സ് ആണ് അല്ലേ. ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? h1 ഓഫ് എക്സ് ഇൻറ്റു h2 ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ h1 ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താ? മോഡുലസ് ഓഫ് എക്സ് പവർ 1/8. ഓക്കെ, ആൻഡ് നമുക്ക് എന്തറിയാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 h1 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മോഡ് എക്സ് പവർ 1/8 എന്ന് പറഞ്ഞാൽ എന്താ? ആസ് എക്സ്റ്റെൻസ് ടു 0 മോഡ് എക്സും 0യിലേക്ക് പോകും, സോ ഇത് 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് h2 ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? മോഡുലസ് ഓഫ് സൈൻ 1/x ഇൻറ്റു കോസ് എക്സ് എന്നാണ്. ഇതെന്താണ്? ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് അല്ലെ, ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 h1 ഓഫ് എക്സ് സോറി എക്സ് ടെൻസ് ടു 0 h1 ഓഫ് എക്സ് ഇൻറ്റു h2 ഓഫ് എക്സ് ഈക്വൽ ടു എന്താന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് വെച്ചിട്ട് അല്ലെ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് 0 ആണ് അല്ലെ. ഫംഗ്ഷന്റെ എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ എഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എഫ് നോട്ട് കണ്ടിന്യൂസ് എന്നുള്ള രണ്ട് ഓപ്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ജി ഓഫ് എക്സിന്റെ കേസിൽ എന്താ? നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ പവർ എക്സ് ഇൻറ്റു കോസ് 1/x ആണ്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0യും 1 ഇഫ് എക്സ് ഈക്വൽ ടു 0യും ആണ് അല്ലെ. അപ്പൊ ഈ ജി ഓഫ് എക്സിന്റെ ഒരു പ്രത്യേകത നോക്കൂ. ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ് ഇൻറ്റു കോസ് 1/x എന്നുള്ള ഫോമിൽ എഴുതും അല്ലെ. അപ്പം ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ പവർ എക്സ് ആണ് h1 ഓഫ് എക്സ് വരും അല്ലെ. ഇ പവർ എക്സ് ആണ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ഇ പവർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പവർ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 അല്ല. പക്ഷെ ഈ h2 ഓഫ് എക്സ് ബൗണ്ടഡ് തന്നെയാണ്. കോസ് 1/x എന്നുള്ളത് ബൗണ്ടഡ് ആണ്, കോസ് 1/x എന്നുള്ളത് ബൗണ്ടഡ് ആണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് ഇത് 0 അല്ലാത്തത് കൊണ്ട് പ്രൊഡക്റ്റ് എന്താവില്ല? 0 ആവണമെന്നില്ല, പ്രൊഡക്റ്റ് 1ഉം ആവില്ല. ഇവിടെ ഇത് 1ഉം ഇത് ഈ ലിമിറ്റ് ശരിക്കും എക്സ്റ്റെൻഡിങ് ടു 0 h2 ഓഫ് എക്സ് അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 h2 ഓഫ് എക്സ് എന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ചെയ്യുക, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് ചെയ്യുക. ഇത് 0 അല്ലാത്തതും ഇത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ജി ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. സോ ജി ഓഫ് എക്സ് അവിടെ 0യിൽ കണ്ടിന്യൂസ് ആവില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് ഈ ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ അല്ലയോ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എടുക്കുന്നു. എന്താണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ നോക്കൂ. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ R to R ആണ്. ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് every sequence x in R converges to A, then the sequence f of x and converges to f of A. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എന്താണ്? ഒരു സീക്വൻസ് എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് എൻ അല്ലെ. ഈ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് എയിലേക്ക് കൺവെർജ് ചെയ്യണം. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സ് എൻ എയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് എൻ എഫ് ഓഫ് എയിലേക്കായിരിക്കണം എന്ത് ചെയ്യണം? കൺവെർജ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? എഫ് കണ്ടിന്യൂസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ പവർ എക്സ് ഇൻറ്റു കോസ് 1/x എന്നുള്ള ഫോമിലാണ്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ഇഫ് എക്സ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഒരു സീക്വൻസ് എടുക്കുകയാണ് എക്സ് എൻ എന്നുള്ള സീക്വൻസ്. ആ സീക്വൻസ് എങ്ങനെ എടുക്കുന്നത്? 1/2n+1 π/2 എന്നുള്ള ഫോമിൽ എടുത്തു. ഓക്കെ,
എക്സ് എൻ ഈക്വൽ ടു 1/2n+1 π/2 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/2n+1 π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ആ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ഈ 2n+1 എന്ന് പറയുന്നത് എന്തായാലും ഇൻഫിനിറ്റിയിലേക്ക് പോകും അല്ലെ? അപ്പൊ 2n+1 π/2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ 1/∞ എന്ന് പറയുന്നത് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യും. സോ എക്സ് എൻ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് എൻ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അതായത് സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് സീറോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? എഫ് ഓഫ് സീറോയിലേക്കായിരിക്കണം കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെ? എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സോറി, എഫ് ഓഫ് അല്ല, ജി ഓഫ് എക്സ് എൻ ജി ഓഫ് സീറോയിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജി ഓഫ് എക്സ് എൻ എന്നുള്ള സീക്വൻസ് നമ്മൾ എടുക്കുന്നു. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോയിലാണ് എടുക്കുന്നത്. ഇതെന്ത് വരും? ഇ പവർ ഇ എക്സ് എൻ അല്ലെ? ഇ പവർ എക്സ് എൻ ഇൻറ്റു കോസ് 1/xn എന്നാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ പവർ 1/2n+1 π/2 ഇൻറ്റു കോസ് ഓഫ് 1/2n+1 1/1/2n+1 π/2 അല്ലെ? അപ്പൊ അത് മേലോട്ട് വരും എന്ത് വരും? 2n+1 π/2 എന്ന് വരും. ഓക്കെ, 2n+1 π/2 എന്ന് വരും. ഓക്കെ, ഇനി നോക്കൂ, ഇതിന് ലിമിറ്റ് കൊടുത്താൽ എന്താ വരിക? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി gn ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇതിൽ പ്രത്യേകത എന്താ നോക്കൂ, കോസ് 2n+1 π/2 2 1 കൊടുത്തു കഴിഞ്ഞാൽ n 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് 3 π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇത് സീറോ ആയിരിക്കും അല്ലെ? ഈ കോസ് 2n+ π/2 എന്ന് പറഞ്ഞാൽ ഈ ടേം എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ടു സീറോ ഓൾവേസ്. ഓക്കെ, ഏത് ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് സീറോ ആയിരിക്കും. ആൻഡ് ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി ഇതെന്ത് വരും? ഇ പവർ 1/∞, അതായത് ഇ പവർ 0 ദാറ്റ് ഈസ് 1 എന്നുള്ള ഫോമിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇത് 1ലേക്കും ഇത് എപ്പോഴും സീറോ ആയിരിക്കും. സോ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ എന്നാണ് വരിക. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി gn ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സീറോ കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്താണ്? gn ഓഫ് എക്സ് എന്നുള്ള സീക്വൻസ് കൺവെർജിങ് ടു സീറോ എന്നാണ് കിട്ടിയ. ഓക്കെ, പക്ഷേ gn ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ പ്രകാരം എന്ത് ചെയ്യണം? gn ഓഫ് എക്സ് എങ്ങോട്ടായിരിക്കണം കൺവേർട്ട് ചെയ്യേണ്ടത്? ജി ഓഫ് സീറോയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. gn ഓഫ് എക്സ് കൺവെർജിങ് ടു ജി ഓഫ് സീറോ, എക്സ് ഈക്വൽ ടു സീറോ, ജി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആയത് കൺവെർജിങ് ടു 1 ആയിരിക്കണം അല്ലെ? അതായത് therefore എന്ത് കിട്ടി? gn ഓഫ് എക്സ് ഈസ് നോട്ട് കൺവെർജിങ് ടു ജി ഓഫ് സീറോ എന്ന് കിട്ടി അല്ലെ? gn ഓഫ് എക്സ് കൺവെർജിങ് ടു നോട്ട് കൺവെർജിങ് ടു എന്താണ്? സീക്വൻസ് gn ഓഫ് എക്സ് നോട്ട് കൺവെർജിങ് ടു ജി ഓഫ് സീറോ എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വിച്ച് ഇംപ്ലൈസ് എന്താണ്? ജി ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇപ്പൊ എക്സ് ഈക്വൽ ടു സീറോയില് ജി എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാന്ന് കിട്ടി. കാരണം എന്താ? ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ എക്സ് എൻ എന്ന് പറയുന്നത് എയിലേക്ക് കൺവെർജ് ചെയ്യുന്നുണ്ട്. എക്സ് എൻ സീറോയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ജി ഓഫ് എക്സ് എൻ എങ്ങോട്ടായിരിക്കും കൺവെർജ് ചെയ്യേണ്ടത്? ജി ഓഫ് സീറോയിലേക്കാണ്. അതായത് ജി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ 1ലേക്കാണ് കൺവെർജ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ജി ഓഫ് എക്സ് എൻ, gn ഓഫ് എക്സ് അല്ല കേട്ടോ, ഇത് ജി ഓഫ് എക്സ് എൻ ആണ്. ജി ഓഫ് എക്സ് എന്നുള്ളൊരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എടുത്തു, അതെങ്ങോട്ടാണ് കൺവെർജ് ചെയ്യുന്നത് കിട്ടിയത്? സീറോയിലേക്കാണ്, 1ലേക്കല്ല എന്ന് നമുക്ക് കിട്ടി. സോ ജി എന്നല്ല, കണ്ടിന്യൂസ് അല്ല നമുക്ക് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, ജി ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് വരിക. ഇവിടെ ജി ഈസ് കണ്ടിന്യൂസ് എന്നുള്ളതാണ്, അത് തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. ഓക്കെ, സോ ലിമിറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂയിറ്റി എന്നുള്ള 2 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടും അതുപോലെ തന്നെ ഒരു സീക്വൻഷ്യൽ ക്രൈറ്റീരിയയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.